നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും റീലുകൾ കണ്ട് സമയം കളയുന്നതും നമ്മളിൽ പലരുടെയും ശീലമാണ്. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ദോഷകരമായി ബാധിക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. റീലുകൾ രാത്രിയിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഇത് നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ശരീരത്തിന് വിശ്രമം കിട്ടാതെ വരികയും ചെയ്യുന്നു. രാത്രിയിൽ നമ്മൾ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്ന റീലുകളുടെ രസകരമായ അല്ലെങ്കിൽ പ്രചോദനാത്മകരമായ സ്വഭാവം തലച്ചോറിൽ ഡോപാമൈൻ പുറത്തുവിടാൻ പ്രേരിപ്പിക്കുന്നു. ഡോപാമൈൻ ഒരു ഹോർമോണാണ്. അത് നമ്മെ സന്തോഷം അനുഭവിക്കുവാൻ സഹായിക്കും. രാത്രിയിൽ നമ്മുടെ തലച്ചോറ് വിശ്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ആ സമയത്ത് ഡോപാമിൻ പുറത്തു വരുന്നത് തലച്ചോറിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും അത് ഹൈപ്പർ ആക്റ്റീവ് ആകുകയും ചെയ്യും. രാത്രിയിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ രക്തസമ്മർദ്ദം കൂടുവാനും സാധ്യതയുണ്ട്. കാരണം ഈ സമയം ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. എന്നാൽ മൊബൈൽ ഉപയോഗം മൂലം കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത് ഹൃദയമിടിപ്പ് കൂടുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഇത് വഴിയൊരുക്കും. ഇനി ഫോണിൽ നിന്നുള്ള നീല വെളിച്ചവും ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുന്ന മറ്റൊരു ഘടകമാണ്. ഇത് മെലാറ്റിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. മെലാറ്റിൻ എന്നത് ഉറങ്ങുവാൻ സഹായിക്കുന്ന ഹോർമോണാണ്. ഇത് ഉറക്കത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മൊബൈൽ ഫോൺ ഉപയോഗം പൂർണ്ണമായി നിർത്തേണ്ടതില്ല. ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാം. ഫോണിന്റെ വെളിച്ചം കുറച്ചുപയോഗിക്കാം. നൈറ്റ് മോഡിലോ സൈലന്റ് മോഡിലോ വെക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് പുസ്തകങ്ങൾ വായിക്കാം. ഈ മാർഗങ്ങളെല്ലാം വിശ്രമിക്കുവാനുള്ള സമയമാണെന്ന് തലച്ചോറിന് മനസ്സിലാക്കി കൊടുക്കും. ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീനിൽ നിന്ന് മാറി ശാന്തമായ ശീലങ്ങൾ പിന്തുടരുന്നത് ശരീരത്തിന് നല്ല ഉറക്കം നൽകുകയും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും.